നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇപ്പം ഞാനുള്ളത് ദുബായിലാണ്. അപ്പം ഇത് കണ്ടില്ലേ, ദുബായിലെ യൂണിയൻ മെട്രോയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ദുബായ് മോളും ബുർജ് ഖലീഫയുമാണ്. അപ്പോൾ യൂണിയൻ മെട്രോയിൽ നിന്ന് മെട്രോ കയറി ദുബായ് മോൾ ബുർജ് ഖലീഫയിൽ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇറങ്ങിയിട്ട് നിങ്ങളെ ബാക്കി കാഴ്ചകൾ കാണിക്കാം. വേൾഡിലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾസിൽ ഒന്നാണ്. ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ്, ഏറ്റവും നീളമുള്ള ബിൽഡിങ് ബുർജ് ഖലീഫ. 162 നിലയുള്ള 2700 പരം നീളമുള്ള ഫീറ്റ് നീളമുള്ള ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ്. അതേ കണ്ടു നോക്ക്, അത് ക്യാമറ ഫ്രെയിമിൽ ഒതുങ്ങുന്നില്ല. കണ്ടില്ലേ? എൻ്റെ പൊന്നോ, ഇത് എന്നതാ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ നേരിട്ട് നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ, ഒരു വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമാണ് കേട്ടോ. പൊളി, എൻ്റെ പൊന്നോ, 162 നിലയുണ്ട്. ഇത് ഇതിന്റെ ഹൈറ്റ് ഉണ്ട്, അങ്ങ് ആകാശം വരെയാ. സെറ്റ് കേട്ടോ. ഫ്രണ്ട്സ്, ബുർജ് ഖലീഫയുടെ താഴെ തന്നെ, അതിനോടൊപ്പം തന്നെ ഉള്ളതാണ് ഇതാണ് നമ്മുടെ ദുബായ് മോൾ. കണ്ടില്ലേ? ഫ്രണ്ട്സ്, ദുബായ് മോളിലോട്ട് കയറുമ്പോൾ തന്നെ വേറൊരു ലോകമാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ലക്ഷറി ബ്രാൻഡ്സും ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. നമ്മൾ തീരത്തില്ല. അത്രയ്ക്ക് സംഭവമുണ്ട് കേട്ടോ, കാണാനുള്ള സംഭവമുണ്ട്. ലോകത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മോൾസ് ആണിത്. ഫ്രണ്ട്സ്, ഇവിടെ ഇങ്ങനെ ടച്ച് സ്ക്രീനിൻ്റെ ഇങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന സംഭവം വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്റ്റോറാണ്, എങ്ങോട്ടാണ് പോകണമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാപ്പ് കാണിക്കും. എങ്ങനെയാണ് പോകേണ്ടത്, എത്ര സമയം എടുക്കുന്നത്, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഫ്രണ്ട്സ്, അമ്പരപ്പിക്കുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വാട്ടർഫോളാണ് കേട്ടോ. ഈ മോളാണ്, നമുക്ക് വിചാരിക്കാൻ പറ്റുമോ സംഭവം? ഇത് മോളാണ്. മോളിനകത്ത് തേണ്ട വാട്ടർഫോൾ. അത് ഒന്നല്ല, 2 എണ്ണം. അപ്പുറേ ഒരു വാട്ടർഫോളാണ്, ഇപ്പുറേ ഒരു വാട്ടർഫോളാണ്. ആർട്ടിഫിഷ്യലി അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊരു വാട്ടർഫോളാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ഒരു മോളിനകത്താണെന്ന് നമ്മൾ പറയത്തില്ല, അത്ര വലിയ മോളാണിത്. ഇതിനകത്തില്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാ ഐറ്റംസ് ഇതിനകത്തുണ്ട്. ഗൈസ്, ഒരതിശയം മാറിയില്ല, അതിന് മുമ്പ് അടുത്ത അതിശയം. ദേ നോക്ക്, ഈ മോളിനകത്ത് ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഫുള്ള് സ്റ്റേഡിയം കിടക്കുന്നത്. മനുഷ്യരെല്ലാം നേടി ഈ മോളിനകത്ത് സ്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, ഇതെന്തോ ആണ്? ഇത് മോളാണോ ഒരു പ്രദേശം മുഴുവനാണോ? സമ്മതിക്കണം കേട്ടോ. അവർ മനുഷ്യരെല്ലാം അടിപൊളിയായിട്ട് സ്കേറ്റിങ്, ഐസ് സ്കേറ്റിങ്ങും പരിപാടിയെല്ലാം. ഒരു സംഭവം തന്നെ കേട്ടോ ഈ ദുബായ് മോള്. ഇനി ഇതിൽ കൂടുതലൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ച് കുറച്ച് നടന്നപ്പോഴാണ് ദാ പിടിച്ചോ അക്വേറിയം. അതും ഒരു യമണ്ടൻ അക്വേറിയം. വലിയ സമുദ്രത്തിലൊക്കെ കിടക്കുന്ന മീനുകൾ, ഷാർക്കും മറ്റും കിടക്കുന്ന ഒരു ഹ്യൂജ് അക്വേറിയം.
ഈ വിസ്മയം കഴിഞ്ഞ് ഫൗണ്ടൻ ഷോയുടെ അങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ ദൈവമേ അതിനെക്കാട്ടിലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ബുർജ് ഖലീഫ വളരെ കളർഫുള്ളായിട്ട് ലേസർ ലൈറ്റ് ഷോയും അതിനോടൊപ്പം ഫൗണ്ടൻ ഷോ നല്ല മ്യൂസിക്കലായിട്ടുള്ള ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഫൗണ്ടൻ ഷോയും അത് കാണാനായിട്ട് ആളുകളെല്ലാം തിരങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. ഇവരൊരു സ്വപ്ന ലോകം തന്നെയാണ് ഇവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് ദുബായ് സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ദുബായ് മോളും അതിനോടൊപ്പം തന്നെ ബുർജ് ഖലീഫയുടെ ഈ ഒരു വാട്ടർഫോളിൻ്റെ ഈ ഒരു ഫൗണ്ടൻ ഷോയും കൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.